ഇളമാരിത്തുള്ളിയേറ്റുവോ അത് ചെപ്പിക്കുള്ളിൽ വീണുവോ മഴവില്ലിൻ ചെരുവിലൂടെ നീ ആകാശപ്പടവിറങ്ങിയോ നോക്കുന്ന ദിക്കിലാകവേ ചെടിയെല്ലാം പൂവണിഞ്ഞോ മനമാകെ ചാഞ്ചാടി ആലോലം നിലവിൽ നീ വന്നു ചേരവേ തനുവാകെ കുളിരു കോരിയോ ഇനിയെന്നും കൂടെ എത്തുമെന്നോർമ്മ നീ അരികത്തായാരോ പാടുന്നുണ്ടോ അതോ എൻ്റെ മനസ്സാണോ ആരാരോ എന്തോ പറയുന്നുണ്ടോ. അപ്പം എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ കേട്ടോ. ശിവരാത്രി ദിവസമായ രാവിലെ ചേട്ടായിയാണ് ഇന്ന് എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് നല്ലൊരു കാലാവസ്ഥയൊക്കെയാണ് കേട്ടോ. ഇച്ചിരി ആകാശമൊക്കെ തെളിഞ്ഞൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ ഇന്നലെയൊക്കെ ഒരു മഴമൂടലുണ്ടായിരുന്നു. ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും, അറിയത്തില്ല. എന്നിട്ട് ഇപ്പം ഒത്തിരി നാളായിട്ട് കാപ്പി കൂടി ഇല്ലാത്ത സാറാണ് കേട്ടോ. വീട്ടിൽ നിന്ന് കടയിൽ നിന്നാണ് കഴിക്കാറ്. എന്നിട്ട് ഇന്നലെ എന്നോട് പറഞ്ഞു ഞാനൊരു കടലക്കറി വെച്ച് തരാടി ഇതിനൊക്കെന്ന് പറഞ്ഞു. അത് ഇവിടെ കണ്ടാതൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇച്ചിരി കടലയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് രാവിലെ എണീറ്റ് നല്ല അടിപൊളി കടലക്കറിയൊക്കെ വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ അപ്പം ചുട്ടു തരാൻ 2 എണ്ണം കഴിച്ചിട്ട് വെക്കോളാൻ പറഞ്ഞു. എന്നാ ആണോ? അല്ല ഞാൻ കൂട്ടി നോക്കിയില്ല, ഞാൻ പറയാം. എന്തായാലും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി അത് കൂട്ടിയിട്ടും കാര്യമില്ലടി എന്നല്ലേ ചേട്ടയുടെ മുഖത്ത് വന്നത്. എന്തായാലും നല്ല സൂപ്പറാണെന്ന് തോന്നുന്നു. അല്ലെങ്കിലും ചേട്ടായി കറിയൊക്കെ വെച്ചാൽ നല്ല കേട്ടോ. ഇച്ചിരി പൊക്കി പറയുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ച് തരുമല്ലോ. നേരത്തെയൊക്കെ വല്ലപ്പോഴൊക്കെ വല്ലതും വെച്ച് തരുമായിരുന്നു. ഇന്ന് തന്നെയാണോ ശിവരാത്രിയൊക്കെ ആയിട്ട് എന്നോട് ഇതിനെ പറഞ്ഞു അയച്ചു. അയ്യോ അതെ അതെ അതെ, സഞ്ജേട്ടനുണ്ടല്ലോ. സഞ്ജേട്ടനെ ഉഷ ചേച്ചിയുടെ ഞാനിവിടെ ഇല്ലാത്ത ടൈമില് സഞ്ജേട്ടൻ കൂട്ടുകാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു ചേട്ടാ എടുത്തിട്ട്. എന്നിട്ട് അവിടുന്ന് പോലും പറയും സുനിലെ കപ്പയും മന്തി ഉണ്ടാക്കി വെക്കണേന്ന്. അപ്പോൾ ചേട്ടാ ഉണ്ടാക്കി വെക്കുമായിരുന്നു. അതാ ചേട്ടാ പറഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ടിട്ടൊരു ഗെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഏതായാലും നോക്കാം. അപ്പോൾ കഴിക്കട്ടെ. കണ്ടിട്ടൊരു ഗെറ്റപ്പൊക്കെ ഉണ്ട്. ഓ ചേട്ടനും കൂട്ടുകാരും വരുന്ന കാര്യമാണോ പറഞ്ഞേ? ശിവരാത്രിക്ക് എന്നാ പരിപാടി? എന്നും പതിപോലെ കടയിൽ പോകുന്നു ആണ്. അയ്യോ വെളുക്കുന്നിടം വരെ നാമം ചോദിച്ചിരിക്കുന്നത്. രാവിലെ എണീറ്റ് നാമജപമൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. അപ്പം രാവിലെ അടുക്കളയിലോട്ട് വന്നു കഴിഞ്ഞാൽ അയ്യോ ചേട്ടായിക്ക് 2 അപ്പം മതി എന്ന് പറഞ്ഞു. ഞാൻ 3 അപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ ചേട്ടായിക്ക് 2 അപ്പം മതി എന്ന് പറഞ്ഞു. 5 ഒരപ്പം തീ കിടക്കുന്നു. ഇനി എനിക്ക് 2 അപ്പം ഉണ്ടാക്കാൻ പോയി. ഇപ്പം അങ്ങോട്ട് തുറന്നു വെച്ചിട്ട് പോയതാണ് കേട്ടോ. അല്ലാതെ മാവൊക്കെ തുറന്നിട്ടാണോ സിനിമ നടക്കുന്നതെന്ന് വിചാരിക്കേണ്ട. ഞാനിവിടെ ചെയ്തുകൊണ്ടിരുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇതാണ് ചേട്ടായി വെച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്ന കടലക്കറി ഉണ്ടാവും. പിന്നെ ഞാൻ ചായ ഇട്ടു, ഒരു മുട്ട വാട്ടി കൊടുത്തു. ഇനി കുടിവെള്ളം വെച്ചേക്കുന്നു, എനിക്കും പോകണം. പിന്നെ ദേ ചില മാങ്ങ കൊണ്ടുവന്ന് ഞാൻ ഈ പരിവാക്കി വെച്ചിട്ടുണ്ട്. എന്നത്തിനാണെന്നറിയാവോ? ചുമ്മാ അതിനെ കാണിക്കാനേ. ഇത് ഉപ്പിനകത്തിട്ട് വെച്ചതാണ്. അച്ചാറിട്ടാലൊന്നും എനിക്ക് മാങ്ങാച്ചാർ വലിയ പിടുത്തമില്ല. ചേട്ടായോട് കൂട്ടുന്നില്ലല്ലോ. പിന്നെ മാങ്ങാച്ചാർ ഇച്ചിരി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഉപ്പിലിട്ട് വെച്ചു മാങ്ങ. ഇതിനകത്തിട്ട് 2 പച്ചമുളക് കൂടെ കീറിയിടണം. അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചേട്ടായി വന്നുകൊണ്ട് പിന്നെ അതൊക്കെ അങ്ങനെ ആക്കി വെച്ചിട്ട് പോയത്. ഇനി 2 പച്ചമുളക് കൂടെ കീറിയിടണം. ഇപ്പം തന്നെ നയന്നിട്ടുണ്ട് കേട്ടോ. തിന്നാൻ നല്ല സൂപ്പറാണ്. വലിയ പുളിയൊന്നുമില്ല. നമ്മുടെ ചെടിക്കുട്ടന്മാർക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ ഇന്നലെ കണ്ടോ. അപ്പോൾ പോകാനായിട്ട് സാറ് ദേ ഇറങ്ങി. അതെല്ലാം പോയി മങ്ങി. മങ്ങി അധികം ദിവസം നിന്നില്ല അല്ലേ? പോയി. അപ്പോൾ എല്ലാവർക്കും ഒരു ശിവരാത്രി ആശംസകളൊക്കെ പറഞ്ഞേര്. എല്ലാവരും അമ്പലത്തിലൊക്കെ പോവുക കേട്ടോ. അതുകൊണ്ട് ചിലപ്പോഴേ പോകുന്നുള്ളൂ. എല്ലാം ഒന്ന് റെഡിയാക്കണം. ഇതെല്ലാം പയറെല്ലാം കളഞ്ഞ് ഇച്ചിരി പണിയുണ്ട്. ഇതിനെ കളയെല്ലാം കളഞ്ഞ് ഇച്ചിരി ഗ്രോ ബാഗ് വേണ്ട, 5-6 ചെടി മതി. ഇനി കട്ടപ്പനയ്ക്ക് പോയി മേടിക്കാം. അപ്പോൾ ഓക്കെ എന്നാൽ. അത് വിത്തിന് വേണ്ടിയിട്ട് പറിച്ചു. ചിലപ്പോൾ ചാറാൻ ചാൻസ് ഉണ്ട്. ചുമയാട്ടോ. ഇനി ശ്വാസം മുട്ടലിലോ ഗുളിക മേടിക്കാൻ മറന്നുപോയി. രാവിലെ വലിച്ചിട്ടില്ല. അതാ എന്നാൽ പൊക്കോ. അതേ ഫ്ലൈറ്റ് വന്നു. ഈ നമ്മുടെ ഇവിടെ നോക്കിയാൽ കാണത്തില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അയ്യോ ഇതിനകത്ത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. നല്ല കുഞ്ഞി ഫ്ലൈറ്റ് അല്ല, കുഞ്ഞി ഫ്ലൈറ്റ് അല്ല, വലിയ ഫ്ലൈറ്റാണ്. പക്ഷേ നമുക്ക് കുഞ്ഞായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. സൗണ്ടൊന്നും ഇല്ലാതെ പോകുന്നല്ലേ?
പിന്നെ സൗണ്ട് കേൾക്കില്ലേ വിമാനം പോകുമ്പോൾ? നമ്മൾ സൗണ്ട് കേൾക്കുമ്പോഴല്ലേ ഓടി വന്ന് നോക്കിക്കൊണ്ടിരുന്നോ അല്ലേ? അപ്പോൾ ചേട്ടായി പോട്ടെ, ഇനി ഞാൻ എൻ്റെ പരിപാടികളിലോട്ട് പോട്ടെ, അല്ലെങ്കിൽ എനിക്ക് സമയം പോകുന്നേ. മേഘം ഓടുന്നുണ്ടോ ചേട്ടായി? ഉണ്ടോ? മേഘം ഓടുന്നുണ്ടോ? മഞ്ഞൊന്നും അല്ല അത്. അയ്യോ ആണോ? എന്നാൽ അത് കമൻറ്റ് ചെയ്ത് തരാം. എനിക്കറിയത്തില്ല, ഞാനടുത്തത് മേഘമാണ്. കൂട്ടുകാരനെ വിളിക്കുക, കൂട്ടുകാരനെ. പോവാ. അയ്യോ മേഘം തന്നെയാണ്. ഇന്ന് കമൻറ്റ് ചെയ്യാറില്ലേ? കാണാമല്ലോ. മഞ്ഞാണോ ഓടുന്നത് മേഘമാണോ ഓടുന്നതെന്ന് കറക്റ്റ് ആരെങ്കിലും കമൻറ്റ് ഇടണം കേട്ടോ. എനിക്കറിയത്തില്ല കേട്ടോ. മേഘം ഓടുന്ന മാതിരി എനിക്ക് തോന്നുന്നു കേട്ടോ. പോകുന്നുണ്ടോ? നല്ല രസമില്ലേ കാണാൻ? ഇനി മഞ്ഞെങ്കിൽ മഞ്ഞ് ചേട്ടായിക്ക് അറിയാമായിരിക്കുമല്ലോ, എനിക്കറിയത്തില്ല. നല്ല ഭംഗിയല്ലേ അത് കാണാനായിട്ട്? കണ്ടോ? ഓടി 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 പോകുന്നുണ്ടോ? അവിടെ ഇരുന്നോണ്ടേ നൂഡിൽസ് തിന്നുവാണേ. തന്നെ കുതിപ്പിക്കുന്നത് കേട്ടോ. കള്ളി പറയാവ എനിക്ക് തരുന്നില്ല ഡി. എന്ത് ദൈവം, എന്നെ കൊണ്ട് കാണിച്ചിട്ട് തിന്നുവാ കേട്ടോ. കൊതിപ്പിക്കുക എന്നെ. ഇത് ദൈവം ആരെങ്കിലേ അങ്കൻവാടിയിലോ? ആരെങ്കിലും അങ്കൻവാടി പോയിക്കുന്നേ? ഇൻ്റർവ്യൂ ഉണ്ടോ? അയ്യോ മതി. ആരിന PT ആണോ? ആണോ? അവൻ ട്യൂഷന് പോയേക്കുമായിരിക്കും വേണേ. എന്നിട്ട് ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. അപ്പോൾ ഇന്ന് ശിവരാത്രി ആയിട്ടുണ്ടല്ലോ. എനിക്ക് രാവിലെ ഒരു മുട്ടൻ പണി കിട്ടി. എന്നാന്ന് പറയട്ടെ, രാവിലെ ഞാൻ സതീശൻ ചേട്ടൻ പണിയാൻ പോകാനായിട്ട് ഇറങ്ങി വരുക കേട്ടോ. അപ്പോൾ ഇവിടെ സ്കൂട്ടി സ്റ്റാർട്ടാക്കുന്ന സൗണ്ട് കേട്ടപ്പോഴത്തേക്കുവേ ഞാൻ ആരാന്ന് നോക്കിയപ്പോൾ സതീശൻ ചേട്ടനാണ്. അപ്പം ഞാൻ സതീശൻ ചേട്ടൻ അവിടെ പോവാ, പണിക്ക് പോവാണോ? ഇന്ന് ഹിന്ദുക്കൾ ആരെങ്കിലും പണിക്ക് പോവോ? ഇന്ന് എന്നാ ദിവസം എന്ന് അറിയാം, ഇന്ന് ശിവരാത്രിയാണ് തോന്നുന്നു. അന്നേരത്തിനും പറഞ്ഞു, സിന്ധു ഞാൻ തിരുവനന്തപുരം പോയേക്കും അല്ലായിരുന്നോ, ഇന്നലെയല്ലേ വന്നത്, അപ്പോൾ ഇന്ന് പണിയുണ്ട്, വൈകിട്ടല്ലേ അമ്പലത്തിൽ പോകുന്നത്, വൈകിട്ട് അമ്പലത്തിൽ പോവും എന്ന് പറഞ്ഞേ. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി പോകുന്നു. അവിടെ സതീശൻ ചേട്ടൻ അങ്ങോട്ട് സ്കൂട്ടി എടുത്തോണ്ട് നമുക്ക് പോവുകയും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പണിയില്ല, പണി വേണ്ടാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ വൈകിട്ടല്ലേ എല്ലാവരും അമ്പലത്തിൽ പോകുന്ന, പണി വെക്കാതെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനത് കഴിഞ്ഞ് തൊഴിലുറപ്പിന് പോകാനായിട്ട് ഷർട്ടും ഒക്കെ എടുത്തിട്ട് തോർത്തൊക്കെ തോളെ ഇട്ടുകൊണ്ട് മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ എന്ത് ചെയ്യേ, സതീശൻ ചേട്ടൻ തിരിച്ചു വരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു എങ്ങോട്ടാ? ഞാൻ പറഞ്ഞു ഞാൻ പണിക്ക് പോവാ. അത് ശരി, ഹിന്ദുക്കളിത് പണിക്ക് പോകുന്നതെന്നുണ്ട്, ഒരു 1500 ഇങ്ങോട്ട് എടുത്തോണ്ട് തരാം. ഞാൻ പറഞ്ഞു ഞാനവിടുത്തെ വായ്പ ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ സതീശൻ ചേട്ടൻ എൻ്റെ ഇല്ലല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇന്ന് രാവിലെ പണിക്ക് പോയപ്പോഴത്തേനും അങ്ങനെ പറഞ്ഞു കേട്ടല്ലേ എൻ്റെ പണി മെനക്കെടേണ്ടിന്ന് വന്നതെന്ന്. അപ്പോൾ രാവിലെ തന്നെ ചോദിച്ചടി പിടിച്ച് അത് പറയണ്ട, അത് ഇത് എന്നാ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഈ പണിയില്ലെന്നൊക്കെ ഞങ്ങൾ ഓർത്തായിരുന്നു, പിന്നെ അങ്ങ് പോകാമെന്ന് വിചാരിച്ച് ആഗ്രഹിക്കില്ലെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ലൊരു ഐശ്വര്യമുള്ള ദിവസമായിരുന്നു. ചേട്ടായി കടലക്കറിയൊക്കെ വെച്ച് തന്നു. ഇന്നെന്തോ പതിവില്ലാതെ രാവിലെ തന്നെ ഇന്നലെ വൈകിട്ട് തന്നെ പറഞ്ഞു ഞാൻ വെച്ച് തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വെച്ചൊക്കെ തന്നു. അപ്പോൾ അപ്പമൊക്കെ കഴിച്ചു, വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. നമുക്ക് രാവിലെ അമ്പലത്തിൽ പോകണമെന്നുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. തൊഴിലുറപ്പില്ലെങ്കിൽ രാവിലെ നമ്മുടെ ഇവിടുത്തെ 9 ഏക്കറിലൊരു അമ്പലമുണ്ട് ശിവൻ്റെ, അവിടെ പോകാം എന്നൊക്കെ കരുതിയായിരുന്നു. അപ്പോൾ ഉണ്ടല്ലോ അത് ഇന്ന് ഞാൻ ചേട്ടായിട്ട് രാവിലെ പറഞ്ഞേ ചേട്ടായി 9 ഏക്കർ പോകുന്ന വഴിയൊന്നും വലിയ പ്രശ്നമില്ല, അപ്പം ഞാൻ വൈകിട്ട് അവിടെ ആ അമ്പലത്തിൽ പോട്ടേന്ന്. അപ്പോൾ ചേട്ടായി പറയല്ലോ എടി അവിടെ വേണ്ട ഭയങ്കര തിരക്കാണ്, വണ്ടിയും കളിയും ബഹളവും ഭയങ്കര തിരക്കാണ്, വേണ്ട പോകണ്ട, നോക്കട്ടെ ഞാൻ വൈകിട്ട് ഓട്ടോ വിളിച്ചുകൊണ്ട് വരാമോ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകാമെന്ന്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാര്യം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ തൊഴിലുറപ്പിന് ചെന്നപ്പോഴത്തേനും സിന്ധു ആണെങ്കിലും രഞ്ജു ആണെങ്കിലും എല്ലാവരും നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിരുതി കെട്ടിരിക്കുകയാണ് കേട്ടോ. രഞ്ജു പറഞ്ഞു നമുക്ക് നേരത്തെ പോകാം. രഞ്ജുവിൻ്റെ ഹസ്ബൻഡ് ഒരു കടയിൽ നിൽക്കുക. അപ്പം 8:30-9 ആയില്ലേ കട അടച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്കും. അപ്പം നമുക്ക് പോകാം, നമ്മളോട് നേരത്തെ പോകാൻ പറഞ്ഞു, ഓട്ടോ വിളിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ചേട്ടായോട് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ചേട്ടാ പറഞ്ഞു എടി അവരൊക്കെ പോട്ടെ, ചിലപ്പോൾ ഒത്തിരി ലേറ്റായിട്ടായിരിക്കും ഇന്ന് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ്, അപ്പോൾ ഒരു കാര്യം ചെയ്യും, വേണ്ട ഞാനൊരു ഓട്ടോ വിളിച്ചുകൊണ്ട് വരാം എന്നിട്ട് നമുക്ക് പോകാമെന്ന്. രാവിലെ പറഞ്ഞു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഇപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാവുമെന്ന് അറിയത്തില്ല കേട്ടോ. ശിവരാത്രിക്ക് അമ്പലത്തിൽ പോകും നടക്കുമോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും ചേട്ടായി പറഞ്ഞത് കേൾക്കുമല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ. പിന്നെ ഇന്ന് തൊഴിലുറപ്പ് സ്ഥലത്ത് ഇരുന്നപ്പോഴത്തേനും കൊറിയറിയിൽ നിന്ന് വീണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു. കട്ടപ്പന കൊറിയറിയിൽ നിന്ന് വിളിച്ചേക്കുന്നത് കേട്ടോ, വേറെ അല്ല. അപ്പം
DTDC ഉപ്പുതറ. അപ്പം എൻ്റെ കൊറിയറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഉപ്പുതറ DTDCന്ന് വീണ്ടും ഇപ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ട്. ആര് ഗിഫ്റ്റ് അയക്കുന്നത്, ആരാ എന്താണെന്നൊന്നും സത്യാവസ്ഥയിൽ എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ ഇങ്ങനെ ഒരു മനുഷ്യരോട് എനിക്ക് ഗിഫ്റ്റ് തരാമോ എന്നത് ചോദിക്കാറുമില്ല. പക്ഷേ ഓരോ മനുഷ്യരും നമ്മളെ സ്നേഹിക്കുന്നവരെ, പ്രത്യേകിച്ച് അമ്മമാരെ അപ്പന്മാരെയൊക്കെ സ്നേഹിക്കുന്നവർ ഓരോരുത്തരും നമ്മുടെ ബർത്ത്ഡേ ദിവസങ്ങൾ ഇപ്പോൾ യൂട്യൂബ് ഉള്ളതുകൊണ്ട് അറിയാമല്ലോ, നമ്മൾ എങ്ങനെയാണെങ്കിലും നമ്മുടെ സംസാരത്തിൽ ഇടയ്ക്കൊക്കെ വരും. ഇപ്പം വള കിട്ടിയപ്പം അറിയാണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വന്നു എന്ന്. അതോടുകൂടി നമ്മളിപ്പോൾ തൊഴിലുറപ്പിലും എല്ലായിടത്തും അറിഞ്ഞു. അപ്പോൾ ഓരോരുത്തരും അതൊരു നല്ല മനസ്സോട് കൂടി തരുന്നതാണ് അല്ലേ. ചിലരുണ്ടേ എൻ്റെ പിറന്നാളാണെങ്കിൽ എൻ്റെ പിറന്നാളാണ് എനിക്കെന്നാ മേടിച്ചു തരുന്നതെന്ന് ചോദിച്ചോണ്ട് ഞാൻ ഇങ്ങനെ നടക്കും. പക്ഷേ ആ വീട്ടിലുള്ളവരെ പോലും ബർത്ത്ഡേ ടൈമിലൊന്ന് വിഷ് ചെയ്യുവോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഇടുവോ ഒരു സാധനം മേടിച്ചു കൊടുക്കുകയോ ചെയ്യത്തില്ല. അങ്ങനെയുള്ളവരെ എനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമല്ല കേട്ടോ, ആ കൂട്ടത്തിലൊന്നുമല്ല. എനിക്കൊരു എന്നാ പറഞ്ഞ വീട്ടിലുള്ളവരൊക്കെ ആണെങ്കിലും അത് തന്നെ സത്യമായിട്ട് ഞാൻ പറയാം, എൻ്റെ വീട്ടിലുള്ളവർക്കാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ആർക്കെങ്കിലും ഒക്കെ നമ്മുടെ അയൽവക്കത്തോ നമ്മുടെ ബന്ധുക്കൾക്കോ സ്വന്തക്കാർക്കോ ഒക്കെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇതുണ്ടെങ്കിൽ ഞാൻ ഒന്ന് സ്റ്റാറ്റസ് ഇടും, ഇതല്ലെങ്കിൽ ഞാൻ വിളിക്കും, ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യും, അല്ലെങ്കിൽ ഒരു കുഞ്ഞു സമ്മാനമെങ്കിലും മേടിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ദൈവം ധാരാളമായിട്ട് തരുന്നുണ്ട്. സത്യം പറയാം, ഏതോ കുഞ്ഞുങ്ങളുടെ രൂപത്തിൽ ഏതോ നാടുകളിലൊക്കെ ഇരുന്നിട്ട് നമുക്കും തരുന്നുണ്ട്. അതെന്നാന്നറിയോ, നമ്മളങ്ങനെ ചെയ്യണം. അല്ലാണ്ട് തൊഴിലുറപ്പിലിരുന്നപ്പോഴത്തേന് എന്നെ കട്ടപ്പന കൊറിയറിൽ നിന്ന് വിളിച്ചേ. കട്ടപ്പനയിൽ നിന്ന് ഏച്ചി വിളിക്കുന്നത്, ഒരു കൊറിയർ വന്നിട്ടുണ്ടല്ലോ, ഉപ്പുതറയ്ക്ക് വരുന്നുണ്ട്, 1 മണിയാകുമ്പോൾ എവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ദേവ് ബേക്കറി കൊടുത്തേരെ, അവിടെ സുനിൽ എന്ന് പറഞ്ഞ ആളുണ്ട്, കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ OTP ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞു കൊടുത്തത് തെറ്റായി. അത് ഇപ്പോൾ അവർ ഒന്നുകൂടെ അയച്ചു. അപ്പോൾ ഞാൻ സിന്ധുവിനോട് പറഞ്ഞു, സിന്ധു ഇതൊന്ന് പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ അവൾ OTP പറഞ്ഞു കൊടുത്തേ. അന്നേരത്തിന് അവരെല്ലാവരും എന്നോ യോഗ വളരെ തേടി വെക്കണ്ട, എന്തൊക്കെ സമ്മാനമൊക്കെ കിട്ടുന്നത്, ഇഷ്ടം പോലെ അത് കിട്ടുന്നത് ഇത് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ബർത്ത്ഡേയുടെ ഇത് അറിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വേറൊരു മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ റെസ്റ്റ് സമയത്താണ് കേട്ടോ, നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം എല്ലാവരോടും സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞ അമ്മമാരോടെല്ലാം എനിക്ക് സ്നേഹമാണ്. പക്ഷേ എൻ്റെ ഒരമ്മയാണ് അമ്മയ്ക്ക് എന്നാ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ആ മോള് വിളിച്ചത്. അമ്മയ്ക്ക് എന്നാ വേണ്ടേ, 2-ാം തീയതി ബർത്ത്ഡേ അല്ലേ, അമ്മയ്ക്ക് എന്നാ വേണ്ടതെന്ന്. എൻ്റെ ദൈവമേ, എനിക്ക് മിഞ്ചിയൊക്കെ മേടിച്ച് തന്നില്ലേ, ആ മോളാണ് കേട്ടോ എന്നാ വേണ്ടതെന്ന് ചോദിച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം എനിക്കൊന്നും മേടിച്ച് തരാൻ ബർത്ത്ഡേക്ക് പറ്റിയില്ല. അന്നേരം ആൾക്കെന്തോ ഇവിടെ ഇല്ലാഴിയോ അതോ നടുവേദന പിടിച്ച് ഹോസ്പിറ്റലിലോ അങ്ങനെ എന്തോ പ്രശ്നമായിരുന്നു. അപ്പോൾ ഈ വർഷം എനിക്ക് തരാൻ പറ്റിയില്ല കഴിഞ്ഞ വർഷം. ഈ വർഷം അമ്മയ്ക്ക് എന്നാ വേണ്ടതെന്ന് പറയാം. അപ്പോൾ എൻ്റെ ചുറ്റിനും ഇരിക്കുന്ന ഈ 10 പേരും കേട്ടുകൊണ്ടിരിക്കുക. ഇത്രയും സ്നേഹത്തോടെ നമ്മളോട് പറയുന്നത്. അതാ ഞാൻ പറയുന്നത്, നമ്മളൊരു കുഞ്ഞു കാര്യമാണല്ലോ, നന്മ ആർക്കെങ്കിലും ആയിക്കോട്ടെ ചെയ്താലുണ്ടല്ലോ, നമുക്ക് ദൈവമായിട്ട് ഓരോ രൂപത്തിലും ഭാവത്തിലും നമുക്ക് ആൾക്കാരെ തരും കേട്ടോ. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വന്ന് ഇരുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ടോ, ഉപ്പുതറ DTDCന്ന് വിളിച്ചിട്ടുണ്ട്. അത് ആരാഴ്ചാന്ന് പോലും എനിക്കറിയത്തില്ല, എന്നതാണെന്നും എനിക്കറിയത്തില്ല സത്യം. അപ്പോൾ എന്തായാലും വരട്ടെ. അമ്മൂനോട് ചോദിച്ചാൽ അമ്മയ്ക്ക് എന്നാ വേണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും മേടിക്കണ്ട, എനിക്ക് തുണി സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഒന്നും മേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യൂ, അമ്മയ്ക്ക് ഗുരുവായൂർ പോകണമെന്ന് പറഞ്ഞില്ലായിരുന്നോ, അപ്പോൾ ഇങ്ങോട്ടേക്ക് തൃശ്ശൂർ വീട്ടിലോട്ട് ചെല്ല്, എന്നിട്ട് നമുക്ക് ഗുരുവായൂർ പോകാം എന്ന് പറഞ്ഞു. പക്ഷെ തീരുമാനിച്ചില്ല, ആലോചിച്ചില്ല കേട്ടോ. അതെങ്കിലും നമുക്ക് ചെയ്ത് തരാം അങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു വിശേഷങ്ങൾ. ശിവരാത്രിയായിട്ട് നല്ലൊരു ഐശ്വര്യപൂർണ്ണമായിട്ട് നല്ലൊരു ദിവസമായിരുന്നു. ഇന്ന് പണിയാൻ പോയത് ഭയങ്കര പൊടിയാണ്, ഭയങ്കര കളയാണ്. തൊട്ടാവാടി എന്ന് വെച്ചാൽ തൊട്ടാവാടി. അതേ എൻ്റെ കൈയെല്ലാം കണ്ടിരിക്കുന്നേ, മുറിഞ്ഞ് ഒന്നും പറയണ്ട, കൈയും കാലും അതെ. കാലൊക്കെ പിന്നെ സോക്സ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്, എന്നിട്ടും മുറിഞ്ഞ് കീറുമൊക്കെ ചെയ്യുക. എല്ലാവരും ദേഹത്ത് കൊള്ളുന്നുണ്ടെന്നേ. പാവം സങ്കടം വരും കേട്ടോ അമ്മമാരുടെയൊക്കെ. അമ്മാമ്മയാണെങ്കിലും അച്ഛമ്മേൻ്റെ ആണെങ്കിലും അവരൊക്കെ അവരൊക്കെ കൃഷിപ്പണിക്കാരാണ്, അവർക്കൊക്കെ പറമ്പുള്ളവരാണ്. എന്നിരുന്നാൽ പോലും എനിക്ക് ഒന്നും കൊള്ളുന്നേ, എനിക്ക് പിന്നെ ഞാൻ മുറിഞ്ഞേ അങ്ങനെ ഇങ്ങനെ. പക്ഷേ അതുങ്ങളെല്ലാം ഇത് അങ്ങനെ ചെയ്യുന്നവരായതുകൊണ്ടേ, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതായതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ലെന്നുള്ള രീതിയിൽ ചെയ്യും. അപ്പോൾ എനിക്ക് എത്രയാണെങ്കിലും പാവം തോന്നും കേട്ടോ അങ്ങനെ. അപ്പം നമ്മുടെ താഴത്തിലേക്കും ചേച്ചിയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അത്രയും പ്രായമുള്ളവരല്ലേ, നമുക്ക് ഇത്രയും ചെറുപ്പക്കാർക്ക് പറ്റുന്നില്ല. അപ്പം ഭയങ്കര പൊടിയെന്ന് വെച്ചാൽ പൊടിയാണ്. മാസ്കും എല്ലാം വെച്ചിട്ട് കണ്ണൊക്കെ ഇങ്ങനെ ഭയങ്കര അസ്വസ്ഥതയാണേ. നാളെ ഞാൻ പറ്റുമെങ്കിൽ വീഡിയോയ്ക്കകത്ത് ഞാൻ പൊടി കാണിച്ചു തരാം, മഴ പെയ്തില്ലെങ്കിൽ എന്നോ പൊടിയാണ്. കാരണം അത്രയും പ്രായമുള്ളവരാണെങ്കിലും കഷ്ടപ്പെടുന്നത് എന്തിനാ, നമുക്കൊരു 10 രൂപ കൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം ആരെയോ ഇതാകാണ്ട്, ഇത് സർക്കാരിൻ്റെ ഒരു ഇതല്ലേ,
കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണിയാണ് തൊഴിലുറപ്പ്. അപ്പം നമുക്ക് മറ്റൊരു പറമ്പിൽ പോയി കിടന്ന് ടെൻഷൻ അടിച്ച് ചെയ്യുന്ന അത്രയും ചെയ്യണ്ട, അവരൊരു അളവിന് തരുന്ന അത്രയും നമുക്ക് ചെയ്താൽ മതി. എങ്കിലും അമ്മമാരൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി ഇത് തോന്നും കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഇന്ന് എല്ലാവരും അമ്പലത്തിൽ കുറച്ച് പേരെല്ലാം അമ്പലത്തിൽ പോകണം കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പള്ളിപ്പെരുന്നാളിന് പോയിട്ട് വന്നിട്ടുണ്ടല്ലോ, എല്ലാവരും ഉഴുന്നാട മേടിച്ചുകൊണ്ട് വന്ന് ഉഴുന്നാടയൊക്കെ മേടിച്ചുകൊണ്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ ഉത്സവത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശിവരാത്രിക്ക് നമ്മുടെ ഒരു പരിപാടിക്ക് നമ്മൾ മേടിച്ചു കൊടുക്കണ്ടേ. അപ്പം ചേട്ടായി ചിലപ്പം ചേട്ടായി ഇനി എന്നെ കൊണ്ടാതെ ചേട്ടായി തന്നെയാണോ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഭയങ്കര തിരക്ക് ഒക്കെ ആണെങ്കിൽ നീ വരുന്നുണ്ടോടി ഇന്ന് 2 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം വരുന്നില്ലെന്ന് പറയും. എങ്ങനെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഓട്ടോ വിളിക്കുക ഇപ്പം DTDC വിളിച്ചപ്പോൾ ഞാൻ വിളിച്ചു ചേട്ടായി പറ DTDC വിളിച്ചിട്ടുണ്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു നീ 2 മണിയല്ലേ ആയുള്ളൂ, നീ വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് തൊഴിലുറപ്പിന് പോയാൽ മതി. അത് നടക്കത്തില്ല, 2:30 ആകുമ്പോൾ എനിക്ക് ആ മല കയറി ചെല്ലണ്ടേ. അപ്പം പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യേ, നീ തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നാൽ മതി. നീ വരുന്നുണ്ടോ അമ്പലത്തിങ്കിൽ? ഞങ്ങൾ 4 പേരുണ്ട് ഓട്ടോയ്ക്ക്, നീ വരുന്നുണ്ടോന്ന്. അതുകൊണ്ട് എങ്ങനെയാന്ന് ഉറപ്പറിയത്തില്ല, നോക്കാം. പോകാൻ പറ്റിയാൽ പോകാം. ഈ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇച്ചിരി മടുപ്പും കാര്യങ്ങളും ഒക്കെ ആവും. വെയിലാണ് ഇന്ന്, വലിയ വെയിലില്ലായിരുന്നു. പക്ഷേ ഈ ഒരു മല കയറി പോകേണ്ടത് എനിക്ക് ഇച്ചിരി ദൂരെ കൂടുതലിപ്പോൾ. ബാക്കി എല്ലാവരും അവിടെ ഏകദേശം അടുത്തടുത്താണ്. അപ്പം നടന്ന് മടക്കുകയൊക്കെ കുറിച്ച് നോക്കാം. എന്തായാലും ഭഗവാന്റെ ഇതെന്നാന്ന് അറിയത്തില്ലല്ലോ അല്ലേ, അതനുസരിച്ച് ചെയ്യാം. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇന്നലെ കിങ്ങിണി മോളെ അമ്മു രണ്ടിനും വഴക്ക് പറയുന്നത്. അപ്പം അമ്മുവിനോട് പറഞ്ഞത് നീ വരണ്ട, നീ ഇവിടെ ഇന്നോ അമ്മു, ഞാൻ എൻ്റെ സിന്ധുമ്മ വീട്ടിൽ പോവാത്. പാവമുണ്ട്, എനിക്കത് കണ്ടിട്ട് പാന്നു. നീ ഇന്ന് ഉറങ്ങത്തില്ല. ഞാൻ ഇന്ന് ശിവരാത്രി അല്ലേ, അങ്കമാടി ഇല്ലല്ലോ, ഉറങ്ങത്തില്ല. അപ്പം അതിന് വഴക്ക് പറഞ്ഞപ്പോഴും പറഞ്ഞത് ഞാൻ ചിന്തുവിൻ്റെ വീട്ടിൽ പോവാ, അമ്മുവിനെ വക്കാന്ന് ഞാൻ പറഞ്ഞു കൊടുക്കൂത്. ഇതിപ്പോൾ പാവം തോന്നുന്നു അതൊക്കെ കേട്ടിട്ട്. പിള്ളേരെ എല്ലാം ഞാൻ വീഡിയോയ്ക്കകത്തൂടെയൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ നമുക്ക് കാണുമ്പോൾ ഒരു ഇതിന് എന്നാ ചെയ്യാനാ, അങ്ങനെയൊക്കെ ഇരിക്കുന്നു വിശേഷങ്ങൾ. പിന്നെ സന്തോഷിൻ്റെ അവിടെ നിന്ന് എല്ലാവരും ഇന്ന് ശിവരാത്രിക്ക് പോകുമായിരിക്കും അല്ലേ, അവരെ വിളിച്ച് ചോദിച്ചാലും മതി, അവരുടെ കൂടെ ആണെങ്കിലും പോകാം. എങ്ങനെയാ പോക്കിൻ്റെ കാര്യമെന്ന് ഇപ്പം വരെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല സത്യം പറഞ്ഞത്. 4 മണിയൊക്കെ കഴിയുമ്പോൾ ഞാൻ ചേട്ടാനെ ഒന്നുകൂടെ വിളിച്ച് നോക്കും. അപ്പോൾ ചേട്ടായി പറയുന്ന അനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ശിവരാത്രിക്കൊക്കെ പോകാനൊക്കെ റെഡി ആയോ? എല്ലാവരും നോയമ്പും കാര്യങ്ങളൊക്കെ ആണോ? പിന്നെ ശിവരാത്രിയുടെ ഒരു പ്രത്യേകതയാണ് എല്ലാവരും ഇത് കൂട്ടിടുന്നത്, ബലി ഇടുക എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ ബലി ഇടുന്നത് നമ്മുടെ മനസ്സിലൊരു എന്നാ പറയുന്നത്, നമ്മുടെ പിതൃക്കന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കാരണന്മാരുടെയൊക്കെ ആത്മാവിന് നല്ല മോശം കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. അത് നമ്മുടെ മനസ്സിൽ തോന്നി നമ്മൾ നന്മയായിട്ട് നല്ലതായിട്ട് കരുതി പോയി ചെയ്യണം. അല്ലാണ്ട് ചിലർ സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒന്നും ചെയ്തില്ല, സ്വന്തം അമ്മയ്ക്ക് അപ്പനൊക്കെ നല്ല നേരത്തെ ഒരു തീറ്റ പോലും കൊടുക്കത്തില്ല. എന്നിട്ട് മറ്റുള്ളവരോട് പറയും നിങ്ങൾ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്ന് വലിയ ഉപദേശവും കാര്യങ്ങളൊക്കെ കൊടുക്കും. സത്യം പറഞ്ഞാൽ പറ്റുന്നവരൊക്കെ നല്ല രീതിയിൽ നല്ല മനസ്സോടെ എന്നാ പറയുന്നത്, അതൊരു നമ്മുടെ ഒരു ഇതാണ്, നമ്മുടെ ഒരു എന്നാ പറയുന്നതിന് ചടങ്ങെന്നല്ലല്ലോ പറയേണ്ടത്, നമ്മുടെ ഒരു കർമ്മം, നമ്മുടെ ഒരു കടമ, അതൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത്. അത് ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിലും OPC കൊല്ലിക്കും, ആണ്ടിൽ അവർ മരിച്ച ദിവസം പോയി OPC ഇരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അന്ന് പറഞ്ഞ നമ്മുടെ ഒരിതാണ് നമ്മൾ ബലിതർപ്പണം ചെയ്യാന്ന്. അത് ബലിതർപ്പണം ചെയ്യാൻ ഇനിയിപ്പോൾ പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണ്. നമ്മുടെ വിളക്ക് കത്തിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും നമ്മുടെ അച്ഛനമ്മമാർക്ക് ആത്മാവിന് നിത്യശാന്തി കിട്ടും കേട്ടോ. അല്ലാണ്ട് അത് തന്നെ ചെയ്യണം അങ്ങനെ ഒന്നും ഇതൊന്നുമില്ല. നമുക്ക് പോകാൻ പറ്റുന്ന സാഹചര്യവും അങ്ങനെയൊക്കെ ഉണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നമുക്ക് ഈ ദിവസം തന്നെ പോകാൻ പറ്റുന്ന എല്ലാ സ്ത്രീകളും ഉണ്ടോ? ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം നമ്മുടേതായ ഹിന്ദുക്കളുടെ ഇതിലെ ആചാരപൂർവ്വമായിട്ടുള്ള കാര്യങ്ങളാണ്, ഇഷ്ടാവട്ടങ്ങളുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയൊക്കെ പറ്റുന്നവർ ചെയ്യുക കാര്യങ്ങൾ. നമ്മുടെ കുടുംബത്തിനകത്തുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും നോക്കുക, നമ്മുടെ വീടിനകത്ത് എങ്ങനെയാണ്, എന്നിട്ട് വേണം നമ്മൾ ഒരാളെ വിരൽ ചൂണ്ടി കുറ്റം പറയാനായിട്ടല്ലേ. നമ്മുടെ വലിയ കമ്പ് നമ്മുടെ കടി കിടന്നിട്ട് കുഞ്ഞി കരടക്കുന്ന എടുക്കാൻ പോകാത്തതല്ലേ നല്ലത്, അതാണ് ഏറ്റവും നല്ലത്. ഇത്ര അപ്പോൾ എന്നാന്നറിയോ, എനിക്കിപ്പോൾ ഈ തൊഴിലുറപ്പും കൂടെ ഉള്ളതുകൊണ്ടല്ലോ അങ്ങോട്ട് പോകണം, നമ്മുടെ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ മടുപ്പാവും. പിന്നെ കുക്കിംഗ് വീഡിയോസ് ആണെങ്കിലും അങ്ങനെ ഒന്നും എനിക്ക് ചെയ്യാനായിട്ട് അങ്ങ് പറ്റുന്നില്ല. പിന്നെ ഞാനായിട്ട് ആകെ 1000, 2000, 3000 ഒക്കെ പേരാണ് കാണുന്നത്. എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റ് 9 മണിക്ക് എനിക്ക് വീഡിയോ ഇടണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ എന്തെങ്കിലും തട്ടിക്കുട്ടി ഒപ്പിച്ച് നിങ്ങളുടെ മുമ്പോട്ട് വരുന്നത് കേട്ടോ. സത്യം പറയാം, ഒന്ന് നിങ്ങളടുത്ത് നോക്കിയേ, വലിയ യൂട്യൂബേഴ്സ് പോലും ആ കറക്റ്റ് ടൈമോടൊന്നും ഇടുന്നില്ല. പക്ഷെ നമുക്ക് എങ്ങനെയെങ്കിലും 10 രൂപ വരുമാനം ഉണ്ടാകണം, നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കണം, നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ നിർദ്ദേശങ്ങൾ അറിയണം എന്നൊക്കെ കരുതിക്കൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് വരുന്നത് കേട്ടോ. അല്ലാണ്ട് നമുക്ക് വലിയ കണ്ടൻറ്റും കാര്യങ്ങളും ഒന്നുമല്ല, നമുക്ക് നല്ല നല്ല കണ്ടൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യാം.
എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിലോ ആ വെല്ലോടിനോട് ഒന്ന് ഇടിച്ചു കൂട്ടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതിന് എല്ലാവർക്കും ടാറ്റാ.